ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 1/2 കിലോയിലെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഓവനില്ലാതെയാണ് ഇതിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. കേക്ക് നല്ല സോഫ്റ്റ് ആവാനും ടേസ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 2-3 വട്ടം അരിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് 2-3 വട്ടം അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്ത് വരുന്നതോട് കൂടി തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടി മാത്രം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നിൽ ഓയിൽ തടവി സൈഡിലും നടുക്കിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ടത് 1/2 മണിക്കൂർ സമയം ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും കേക്ക് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അപ്പം തന്നെ ഇളക്കണ്ട, ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൽ അഥവാ കട്ടകൾ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല തണുത്തത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നല്ല സ്റ്റിഫ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ കേക്ക് ചൂടാറിയതിന് ശേഷം 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇനി ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കുറച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കുക. നന്നായി ചൂടാറി കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരം കുറച്ചും കൂടി ചോക്ലേറ്റ് ഗനാഷ് എക്സ്ട്രാ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെയും സൈഡിലൊക്കെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ചെറിയൊരു ഡിസൈൻ പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് ഞാൻ സൈഡിലേക്ക് കുറേശ്ശെ ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ
ഇന്നുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓവനില്ലാതെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.